ഹലോ ഗായ്സ്, ബിഗ് ബോസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ ആസ് യൂഷ്വൽ കുഴപ്പമില്ലാണ്ട് പോയില്ലേ? എവിക്ഷൻ ഉണ്ടായിരുന്നു. എവിക്ഷൻ അതൊരു നമ്മൾ ഔട്ടാവുമെന്ന് വിചാരിച്ച ആള് തന്നെയല്ല ഔട്ടായത്. അതെ അതെ അതെ. അത് കുറെ ലാസ്റ്റ് എപ്പിസോഡ്സിൽ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടായി. അതിലെയും അവരും കുറെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി അല്ലേ? എസ്പെഷ്യലി അവരുടെ ടാർഗറ്റ് അനു ആയിരുന്നു. അതിപ്പോഴും നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. എന്താണത്, ടിഷ്യൂ പേപ്പറിൽ ആരാണ്, PR ആണോ, അനുവിന്റെ ചേച്ചിയുടെ നമ്പറാണോ എന്നൊക്കെ പറഞ്ഞ് കുറെ അത് വരെ അല്ല. ഞാൻ പറയട്ടെ, ഈ ശൈത്യൊക്കെ പുറത്തുനിന്ന് റീഎൻട്രി ചെയ്യുന്ന വരെ നൂറുടെ അതിന്റെ ഗെയിംസ് നന്നായിരുന്നു. നൂറൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. ഈ പുറത്തുനിന്ന് ആൾക്കാർ വന്നതിന് ശേഷം പിന്നെ കുറച്ച് ഈ ഇന്ന് മിറർ ടാസ്ക് നമ്മളുണ്ടല്ലോ, നമുക്ക് പിന്നീട് ഡീറ്റെയിലായിട്ട് സംസാരിക്കാം. പക്ഷെ ജസ്റ്റ് പറഞ്ഞു പോകുമ്പോൾ മിറർ ടാസ്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നൂറ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രമാറ്റിക് ആയി തുടങ്ങി. അതുവരെ നൂറ് ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് കട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ്, ഭയങ്കര ഷാർപ്പ് ആൻഡ് പ്രിസൈസ് ആയിട്ട്. ഇപ്പൊ ഭയങ്കര ഓവറായിട്ട്, അതായത് പുള്ളിക്കാരിക്ക് എന്തോ ഭയങ്കര ഓവറായിട്ട് ചെയ്താലേ എന്തോ വർക്ക്ഔട്ടൊക്കെ ആവുള്ളൂ തോന്നി. ഓവർ കോൺഫിഡന്റ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ. എവിക്ഷൻ നൂറ നമുക്ക് എവിക്ഷന് താല്പര്യമില്ല, കാരണം ലാസ്റ്റ് ആ വീട്ടിൽ ആരും ഇല്ലാത്തൊരവസ്ഥയായി പോയി ഇപ്പോ അല്ലെ. അപ്പൊ നൂറയും കൂടി പോവാന്ന് പറഞ്ഞപ്പോ ഭയങ്കര അയ്യോ, ഒരാൾ കണ്ടസ്റ്റന്റിന് കുറയല്ലേ എന്നുള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷെ നൂറ എനിക്ക് തോന്നുന്നില്ല കപ്പ് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന്. ടാസ്ക് നന്നായിട്ട് ചെയ്തു. അതെ, പക്ഷെ ലാസ്റ്റത്തെ ആ ഒരു കാൽവാരൽ സ്വഭാവമൊന്നും ആർക്കും കണ്ട് ദഹിച്ചിട്ടില്ല അല്ലെ. അപ്പൊ ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങിയത് നൂറ ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി കണ്ണാടി മിറർ ടാസ്ക് അല്ല കേട്ടോ, മിറർ ടാസ്കിൽ ഓൾറെഡി കുറെ കഴിഞ്ഞു. പക്ഷെ ഇത് വെറുതെ പുള്ളിക്കാരി കണ്ണാടി നോക്കിയിട്ട് തോന്നുന്നു മിറർ ടാസ്കിനുള്ള പ്രാക്ടീസ് ആയിരുന്നു തോന്നുന്നു അല്ലെ. ഇന്നലെ കുറെ കഴിഞ്ഞു പോയല്ലോ. അപ്പൊ പക്ഷെ നന്നായിട്ട് ആളെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അത്ര ഭയങ്കര ഒരു ഫേക്ക് ബൂസ്റ്റിംഗ് പോലെ തോന്നി അല്ലെ. ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ കുറെ കരയാണ്ട് പിടിച്ചിരുന്നു, പുറത്ത് PR എന്ത് പറഞ്ഞാലും ഇപ്പൊ PR ആണ്, അനുമോളുടെ PR ആണ്. അത് അതിജീവിച്ചു എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് അവരൊന്നും ബ്ലെയിം ചെയ്യില്ല. അവരെ 100% കറക്റ്റ് അല്ലേ. നൂറെ അതിനിടയ്ക്ക് പ്രോബ്ലം എന്താ, നമ്മള് സ്വന്തം മിസ്റ്റേക്ക് അതന്നെ എല്ലാരും പറയുന്നത്. അതെ അതെ അതെ, അത് മോശമായി പോയി. ആസ് എ ഇൻഡിവിജ്വൽ പുള്ളിക്കാരി കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ അകത്ത് പെട്ടപ്പോ ചതി വഞ്ചനയുടെ ഒക്കെ ഒരു പാർട്ടായി മാറി. ആദ്യമൊന്നും അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ പിന്നെ അനുവിനടുത്ത് കോണർ ചെയ്ത് ചീപ്പ് ഗെയിംസ് അവരെ ഗെയിംസ് കളിക്കാനൊക്കെ തുടങ്ങി. സ്വന്തം തെറ്റ് ആക്സെപ്റ്റ് ചെയ്യാണ്ട് ബാക്കിയുള്ളവരെ കണ്ണിലെ കരടെടുക്കുക എന്നുള്ളതാണ് ഇവരൊക്കെ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് അല്ലേ. സ്വന്തം തെറ്റ് ഇവർ അനലൈസ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പണി ഇവർക്ക് കിട്ടുമായിരുന്നില്ല. ഹൈലി ഡ്രാമാറ്റിക് ആയിരുന്നു. അതെ അതെ അതെ, അവര് മാത്രല്ല കുറച്ചുപേര് ഹൈലി ഡ്രാമാറ്റിക് ആണ്. അനു പിന്നെ നമുക്ക് അറിയാം ഫ്രം സ്റ്റാർട്ട് എങ്ങനെയാണ്. ഒരു കരച്ചിലാണ് പുള്ളിക്കാരി അത്ര സെൻസിറ്റീവ് ആണ്. എന്ത് പറഞ്ഞാലും തൊട്ടാവാടി, അത് സ്ട്രാറ്റജി ആണോ നമുക്കറിയില്ല. പക്ഷെ അതൊരു പുള്ളിക്കാരി അങ്ങനെയാണ് റൈറ്റ് ഫ്രം സ്റ്റാർട്ട്. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് കരയും. അപ്പൊ രാവിലെ ആ ടാസ്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് മറ്റേ അനീഷും നൂറയും കൂടിയിട്ട് ഇങ്ങനെ അവർക്ക് വീട് മിസ്സാവാന്ന്. അനീഷിന് എനിക്ക് തോന്നുന്നില്ല പരിപാടി കഴിഞ്ഞാൽ അനീഷ് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നത് പുള്ളിനെ കയറിട്ട് വലിക്കേണ്ടി വരും. പുള്ളിക്കാരെ എനിക്ക് തോന്നുന്നത് കപ്പൊന്നും വേണ്ട, വീട്ടിൽ നിന്നാ മതി. ജീവിതകാലം മുഴുവൻ മതി. വീട്ടില് പോകാനൊന്നും പ്ലാൻ ഇല്ല. കപ്പ് കിട്ടിയാലും വേണ്ടില്ല, എനിക്ക് അവിടെ കിടന്നാ മതി. ഇന്നത്തെ എപ്പിസോഡ് ലെവിൻ പറഞ്ഞു കേട്ടില്ലേ, അപ്പുറത്ത് തമിഴ് ബിഗ് ബോസ് എടുക്കുന്നുണ്ട്, അതില് രണ്ടാഴ്ച അല്ല അല്ലെ 2 ദിവസം കഴിഞ്ഞാൽ അവിടെ ചാടാവുന്ന. അതെല്ലാം എവിടെയാണ് സിറ്റുവേറ്റഡ്? ചെന്നൈയിലാണ്. പുള്ളി ഭയങ്കര അറ്റാച്ച്ഡ് ആയി പോയി വീടായിട്ട്. ലൈക് ഷാനവാസ് ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് തേങ്ങണൂർ ഇടയ്ക്ക് പറഞ്ഞു കല്ലായിരുന്നു ഹൃദയം ഞാന് എന്റെ മനസ്സ്. ഷാനവാസിന് അത് തന്നെ ഡയലോഗ്. പക്ഷെ ഇവര് 24 മണിക്കൂർ വീതം തന്നെ പരസ്പരം മോട്ടിവേറ്റ് ചെയ്തത് വേറൊരു കണ്ടന്റ് ഇല്ലാത്ത മാതിരി. അനീഷ് ഷാനവാസിനെ പൊക്കി പറയും, നിങ്ങൾ ഈ വീട്ടിലെ വലിയ ചേട്ടനാണ്, എനിക്ക് കുടുംബത്തിൽ ഇതുപോലത്തെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നൈസാണ്. അപ്പൊ പുള്ളി തിരിച്ച് നിന്റെ ഹൃദയം കല്ലായിരുന്നു ഞാനതിനെ എന്താന്നല്ല ഒന്നെങ്കിൽ അവർക്ക് പരസ്പരം ഇഷ്ടമായിരിക്കും തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സോപ്പിട്ടു 24 മണിക്കൂർ അവരെ വലത്തെ കണ്ടന്റ് എന്താ. സത്യം പറഞ്ഞാൽ ഇത്തവണത്തെ ബിഗ് ബോസിൽ കണ്ടന്റ് അധികം കൊടുത്തത് എനിക്ക് തോന്നുന്നത്
അനീഷ് കണ്ടന്റ് കൊടുക്കുന്നു, പക്ഷെ റിപ്പീറ്റഡ് കണ്ടന്റ് ആണ് വരുന്നത്. നല്ല എന്റർടൈൻമെന്റ് ഭാഗമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അക്ബർ ആവശ്യത്തിന് എല്ലാത്തിനും ആര്യനും നല്ല എന്റർടൈനിങ് അങ്ങനെയൊക്കെ അക്ബർ പാട്ട് പാടാനും റാപ്പ് ചെയ്യാനും. അതിന്റെ ഇടയ്ക്ക് ഗസ്റ്റുകൾ കുറെ വന്നിട്ട് 4 പേരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സീരിയലിൽ പുതിയ സീരിയൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് എല്ലാവരും മിങ്കിൾ ചെയ്തിട്ട് സീരിയലിൽ ട്രെയിലറൊക്കെ കാണിച്ചിട്ട് തിരിച്ചു പോയി. അതിനുശേഷം പിന്നെ അനു നെവിനായിട്ട് സംസാരിക്കുന്നത് കാണണം. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്, നേരത്തെ നെവിൻ നൂറയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അനുവിനോട് മിണ്ടിയോന്ന്. ഇവരിപ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല. അനു, അക്ബർ, നൂറ ഇവരൊന്നും മിണ്ടുന്നില്ല. അനുവിനോട് അക്ബർ, നൂറ മിണ്ടുന്നില്ല. കാരണം പുറത്ത് PR മറ്റേ പ്രശ്നങ്ങളായിട്ടുണ്ടല്ലോ. അപ്പൊ നെവിന്റെ ഒരു പ്രത്യേക ഇപ്പോഴത്തെ ക്യാരക്ടറിൽ നെവിൻ സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. പുള്ളി ഞാൻ മോഹൻലാലിന് ഒരു പണിഷ്മെന്റ് കൊടുത്തതിന് ശേഷം ആളെ മാറി. നല്ലൊരു ഇമ്പ്രൂവ്മെന്റ്, നല്ല എന്റർടൈൻമെന്റും ഉണ്ട്. ആവശ്യമില്ലാത്ത ചൊറിച്ചിലോ അങ്ങനത്തെ ഒന്നുമില്ല പുള്ളിക്ക്. നല്ലൊരു ഗെയിമറായി. അനു ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അനുവിനോട് നെവിൻ ചോദിക്കുന്നുണ്ട്, നീ നൂറോട് മിണ്ടെന്ന് ചോദിക്കുമ്പോൾ അനു പറയുന്നുണ്ട്, മിണ്ടിയിട്ടില്ല, അങ്ങനെ മിണ്ടാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നൂറയുടെ മിറർ ടാസ്ക് ആണ്. നൂറയുടെ മിറർ ടാസ്കിൽ നൂറ ഞാൻ പറഞ്ഞു നേരത്തെ രാവിലെ തൊട്ടേ ഇതിനുള്ള പ്രാക്ടീസ് ആയിരുന്നു പുള്ളിക്കാരി. പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരി ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി കയറി വരുന്നുണ്ട്. അതായത് പുള്ളിക്കാരി പറഞ്ഞാൽ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോയിന്റ് PR, പുറത്ത് നല്ല PR ഉണ്ട്, എന്നെ ലോൺലി ആക്കി, അങ്ങനെയാക്കി, എന്നെ കുറെ എന്താ പറയുക ഹേർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനെതിരൊക്കെ ഞാൻ പോരാടി എന്നാണ് പറയുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ നൂറ എന്നുള്ള വ്യക്തി അവിടെ എത്ര കാലം പിടിച്ചത് ആതിരയുടെ ഒപ്പമാണ്. ഇതുവരെ അവൾ ആതിരയോട് നന്ദി പറഞ്ഞിട്ടില്ല. സ്വന്തം കമ്പാനിയനായിരുന്നു അല്ലേ, ശ്രദ്ധിച്ചോ? അതിനെ പറ്റി മെൻഷനില്ല, ഓഡിയൻസിനുള്ള മെൻഷനില്ല, സ്വന്തം ഒക്കെ സ്വയം. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും പുറത്തുള്ളവരോടൊരു എന്താ പറയുക, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആ കുട്ടികളെ മിസ്സായതായിരിക്കും പറയാനായിട്ട്. നമ്മൾ അത്രയ്ക്ക് ഇങ്ങനെ ബ്രൂട്ടൽ ആവരുതല്ലോ. പക്ഷെ എന്താ പറയാ, ലക്ഷ്മി പറഞ്ഞ പോലെ, ലക്ഷ്മി ഫുൾ പറഞ്ഞത് ഞാൻ യോജിക്കില്ല, പക്ഷെ ലക്ഷ്മി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ലക്ഷ്മിക്ക് അങ്ങനെ പറയാൻ തോന്നിയെങ്കിലും അങ്ങനെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല എന്നൊക്കെ നമ്മളൊക്കെ ഭയങ്കര അഗേൻസ്റ്റ് ആയി. ഇതെന്തെങ്ങനെ ഒരു LGBT കമ്മ്യൂണിറ്റിയിലെ ഒരാളെങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് മോശമായില്ലേ? പക്ഷെ അതങ്ങനെ ചെയ്യാം, മീൻസ് അതിൽ ചിരി. ഇന്നിപ്പോ എല്ലാവരും ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്യുക, കാരണം ലക്ഷ്മി പറഞ്ഞതിൽ ഇച്ചിരി സത്യമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് വരുന്നുണ്ട് ലക്ഷ്മിക്ക്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അക്ബർ നൂറായിട്ടുള്ള ഒരു കോൺവെർസേഷൻ, പേഴ്സണൽ കോൺവെർസേഷൻ ഞാനിരുന്നിട്ട് അക്ബർ ചോദിക്കുന്നുണ്ട് നൂറോട്, അതായത് ആദില ഈ ബോംബ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കളി മാറ്റി കളിക്കായിരുന്നു. അതായത് ഇത്ര പോണ നേരത്താണ് ഇത് അറിഞ്ഞത്. അപ്പോൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കളി മാറ്റി കളി. എന്നിട്ട് അക്ബർ വലിയ കാര്യത്തിൽ വാണിംഗ് ചെയ്യുന്നതാ. അതായത് നൂറ എന്താ പറയാ, നൂറയും ആദിലും എന്താണ് എപ്പോഴും ഇങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ചൂസ് ചെയ്യണേന്ന്. ഇതങ്ങനെ ആ പുറത്ത് ഇവരറിഞ്ഞ, പുറത്ത് ഇവർക്ക് മൊത്തം എഗെയിൻസ്റ്റ് ഇവർക്ക് നടക്കുന്നത്, അവര് ബോധം കിട്ട് വീഴും. ഇവന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇപ്പൊ എന്താ ഇവിടെ എന്താ പറയാ, ആദിലെ നൂറയാണ് പവറുകള്, അല്ല അക്ബറാണ് സ്ട്രോങ്. വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് സംഭവിച്ചത്. അതായത് അക്ബറിനെ അറിയില്ല, അക്ബറിനെ കരിവാരി തേക്കാനായിട്ട് അങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് നമ്മുടെ എപ്പിസോഡിൽ നിങ്ങൾ ആരും റിയാലിറ്റി അറിയില്ല. അതെ, പക്ഷെ അനു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ആരും കാണിച്ചിട്ടില്ല, എവിടെ പ്രൂഫ് ഇല്ല. അപ്പൊ അത് അതിലെ പറഞ്ഞ് ബോംബ് ഇട്ടിട്ട് പോയതാ ഇതുവരെ. അതില് വിശ്വസിച്ചിരിക്കാണ് ഇപ്പൊ. പുള്ളിയുടെ വിചാരം പുറത്ത് ഭയങ്കര ഫാൻ ബേസ് ആണ്, എന്നിട്ട് ഭയങ്കര വാണിങ്, എന്താണ് ഇങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ്, നിങ്ങൾ എങ്ങനെ ഇങ്ങനത്തെ ഫ്രണ്ട്സിനൊക്കെ പോയി ചൂസ് ചെയ്യുന്നത്? അനുവും അക്ബറും ഓൾറെഡി കുറെ കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇനി അത് മാറ്റി പറയലും നടക്കില്ല. ഹി ഹാസ് ടു സ്റ്റിക്ക് ഓൺ ടു ഇറ്റ്. പിന്നെ അക്ബർ പറയുന്നതെന്ന് വെച്ചാൽ അക്ബറിന് ഓൾറെഡി ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് അനുവിന്റെ ക്യാരക്ടർ അറിയായിരുന്നു പറയുന്നുണ്ട്. അത് അപ്പൊ ആര്യനും പറയുന്നുണ്ട്. അതായത് അക്ബറിനും ആര്യനും പിന്നെ അല്ല അനുവിന്റെ നെഗറ്റീവ് അറിയായിരുന്നു. എന്നിട്ട് ആദിലും നൂറയും ഇവര് കാരണം ഈ അനുവിന്റെ ഇൻഫ്ലുവൻസ് കാരണം നെഗറ്റീവായിട്ട് ഇവർക്ക് ഫീൽ ചെയ്തെന്ന്. അതായത് ആദില നൂറ ഇവര് ഫ്രണ്ട്സ് ആണ്, പക്ഷെ ആദിലേനെ നൂറേനെ കുറിച്ച് അനുമോൾ എന്തോ ബാഡായിട്ട് ഇംപ്രഷൻ അക്ബറിനും ആര്യനും കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ അത് ഇവരോടുള്ള ഒരു ഇഷ്ടത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് മനസ്സിലുണ്ടാകും. അല്ല അപ്പൊ എല്ലാവരും ഇപ്പൊ പബ്ലിക്കലി എല്ലാവരും ഇപ്പോ അനുവിനെയാണ് എല്ലാം എന്തിപ്പോ ഉണ്ടെങ്കിലും അനുവിനേക്കാണ് ബ്ലെയിം പോകുന്നത് അല്ലേ. അടുത്തത് ഷാനവാസിന്റെ മിറർ ടോക്ക് ആയിരുന്നു. അതിലെ പുള്ളി പൊളിച്ച് അല്ലെ, പുള്ളി നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു. അതായത് പുള്ളിയുടെ തെറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്,
ഈ നൂറ് കാണിച്ച പോലെ ഓവർ മോട്ടിവേഷൻ കാണിക്കാണ്ട് ഭയങ്കര നല്ല ടോക്ക് സ്പീച്ച് നന്നായി രസമുണ്ടായിരുന്നു, കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പുള്ളി അതായത് പുള്ളിക്ക് കുറെ മിസ്റ്റേക്സുകൾ പറ്റി ഫീമെയിൽസിന്. പുള്ളി തന്നെ പറയുന്നുണ്ട്, എന്താ ഞാൻ ഫീമെയിൽസിന് അടുത്ത് ഷൗട്ട് ചെയ്യാനൊന്നും അല്ലായിരുന്നു പ്ലാൻ, പക്ഷെ സിറ്റുവേഷൻ അങ്ങനെ പോയി, പക്ഷെ അതിന് നല്ല റിഗ്രറ്റ് ഉണ്ട്, ഒരു ചേഞ്ചിന്റെ മാനായി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വിക്ടിം കാർഡ് കളിച്ചത് വിക്ടിം കാർഡ് കളിക്കാൻ വേണ്ടിയിട്ടല്ല, അത് ആ സിറ്റുവേഷനിൽ അങ്ങനെ പറ്റി പോകണം, അല്ലാണ്ട് പർപ്പസ്ഫുള്ളി ഒരു കാർഡ് എടുത്ത് കളിക്കുന്നല്ല എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. നല്ല ജെനുവിനായിരുന്നു, കരഞ്ഞില്ല എന്ന് തോന്നുന്നു, കരച്ചിന്റെ പക്കത്ത് എത്തി, പക്ഷെ വലിയ കരച്ചിലൊന്നും ഉണ്ടായിരുന്നു. അപ്പൊ അടുത്തത് പിന്നെ അനുമോളുടെ ആയിരുന്നു മിറർ ടാസ്ക്. അനുമോളുടെ കാര്യത്തില് തുടങ്ങി ജസ്റ്റ് സ്റ്റാർട്ട് ബിഗ് ബോസ് അനൗൺസ്മെന്റ് നടത്തിയപ്പോ പറയാൻ പറഞ്ഞപ്പോ തന്നെ തുടങ്ങി അല്ല എല്ലാ കാര്യത്തിനും കരയണമെന്നില്ല, നമുക്ക് ചില കാര്യത്തിന് ഡ്രാമ കാണിക്കാം, ഫുൾ ടൈം കരയുമ്പോഴാണ് ആൾക്കാരും എന്താ വിചാരിക്കുക, ഇത് ഈ പെണ്ണിന് കരച്ചില് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ കരച്ചിൽ കാർഡ് കളിക്കാൻ പറ്റിയതാ ഇതെന്നൊക്കെ പറഞ്ഞ ഒരു ദിവസം പിടിച്ചിരുന്നത് അവരുടെ കഴിവ്. കരച്ചില് ശരി സപ്പോർട്ട് ചെയ്യും, പക്ഷെ എന്നാലും ഒരാൾ കരയുമ്പോ എനിക്ക് അറിയില്ല, അത് ചിലപ്പോ അവർ ഓരോ മനുഷ്യന്മാരുടെ ലൈഫ് ഓരോ രീതിയിലാണ്. ആ കുട്ടി പല ഹാർഡ്ഷിപ്പും സ്ട്രഗിൾ ചെയ്തിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ഇവിടെയും കോണറി ഞാൻ പറഞ്ഞില്ലേ, കമന്റ്സ് മൊത്തം ഞങ്ങൾ അനുവിനെ വോട്ട് ചെയ്യാൻ താല്പര്യമില്ല, വേറെ ആൾക്കാരെ ഫാൻസ് ആയിരിക്കും, പക്ഷെ എല്ലാവരും ഇതിനെ തന്നെ ഇങ്ങനെ വട്ടിട്ട് ആക്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫാൻസ് അതിലോട്ട് അവർക്ക് വരും, അനുവിനെ സപ്പോർട്ട് വരും. അതായത് ഒറ്റയ്ക്ക് കളിക്കുന്നവന് കൂടുതൽ ഫാൻസ് ഉണ്ടാകും, അതെല്ലാം സീസണിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എല്ലാരും ഒരാളെ കോൺട്ര ചെയ്യുമ്പോ അവർക്ക് ഫാൻ ബേസ് കൂടുക. അനീഷും സ്റ്റാർട്ടിങ്ങില് എല്ലാരും കോൺട്ര ചെയ്തിരുന്നു, ഇപ്പോഴല്ല അനീഷിന് കുറെ പേർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി, അനീഷിനെ അങ്ങനെ അല്ലേ. അതെ അതെ അതെ. അപ്പൊ അനുവിന്റെ കാര്യത്തിൽ അങ്ങനെ, അപ്പൊ അനു നല്ല അടിപൊളിയായിട്ട് ടാസ്ക് ചെയ്തു അല്ലെ. അനുവിന്റെ പ്രോബ്ലം വെച്ചാലേ ഈ ബിഗ് ബോസ് ഇല്ലേ, ബിഗ് ബോസ് കൂടുതൽ ഇമോഷണൽ ആക്കിയത്, അനു ഇമോഷണൽ ആയതല്ലോ ബിഗ് ബോസ്. ബിഗ് ബോസിന്റെ ഡയലോഗ് എല്ലാവരുടെ സെയിം തരണങ്ങളെല്ലാം അനുവിന്റെ കാര്യത്തില് കുറെ കൂടി ബിഗ് ബോസ് എന്താ പറയാ, കുറെ കൂടി വേർഡ്സുകൾ ഇൻക്ലൂഡ് ചെയ്തു. ഇത്രയും പേര് ഒറ്റക്കിട്ട് കരയാണ്ട് എന്നിട്ട് കരയണ സമയത്തും കരയാണ്ട് പിടിച്ചു നിൽക്കുക, അങ്ങനെയൊക്കെ കുറെ പുള്ളി അത് കേട്ടോടെ കരഞ്ഞു. അത് കേട്ടപ്പോ അനുങ്ങനെ അയ്യോ പിന്നെ വേറെ ഭയങ്കര ഷിവറിംഗ് ഒക്കെ അങ്ങനെ കരച്ചിലായിരുന്നു. അനുവിനധികം പറയാനും പറ്റില്ല, കരച്ചിലായതുകൊണ്ട് ഷീ ഈസ് നോട്ട് ഏബിൾ ടു. അതെ, പക്ഷെ എല്ലാവർക്കും നന്ദി പറഞ്ഞു, ഇത്ര പേരെ സപ്പോർട്ട് ചെയ്ത് ഇത്ര പേരെ എത്തിച്ചത് നന്ദി, ആ ഒരു കടപ്പാടെങ്കിലും ഉണ്ട്. എന്ത് നെവിന്റെ മിറർ ടാസ്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് പുള്ളി എന്താ പറയാ, പുള്ളിയോട് ബിഗ് ബോസ് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, അതായത് നെവിന് ഓരോ കുസൃതികളൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തു, പ്രേക്ഷകർ എൻജോയ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നെവിനും നല്ലൊരു എന്റർടൈനർ, ഈ ബിഗ് ബോസ് സീസണിൽ തന്നെ ഏറ്റവും മികച്ച ഒരു എന്റർടൈനർ എന്ന് പറയുമ്പോൾ നെവിനോട് ഇങ്ങനെ വിക്ടിം കാർഡ് അങ്ങനത്തെ കാർഡുകളൊന്നും പുള്ളി എടുത്തിട്ടില്ല. ആകെ പുള്ളിക്ക് ഒരു ബ്ലാക്ക് മാർക്കായിട്ട് വന്നത് ആ അനുവിന്റെ ബെഡിൽ വെള്ളം ഒഴിച്ചു എന്നുള്ളതാണ്. അതിലാണ് നമ്മളെല്ലാവരും ഇച്ചിരി വെറുക്കാൻ തുടങ്ങിയത്. അതല്ലാണ്ട് നല്ലൊരു ഗെയിമറായിട്ട് പുള്ളി നല്ലതായിരുന്നു. പക്ഷെ പുള്ളി നല്ല എന്താ പറയുക, പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്, ഫോക്കസ് ഓൺ പോസിറ്റീവ്സ്, നല്ലതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ബാഡ് ഉണ്ട് പക്ഷെ ആ മോശം ആൾക്കാർ സ്വീകരിച്ചു എന്നൊക്കെ പുള്ളി പറയാം. സ്വീകരിച്ചിട്ടൊന്നല്ല, പക്ഷെ ആ എന്റർടൈനർ നെവിന്റെ അകത്തുള്ള എന്റർടൈനറിനെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പുള്ളിയുടെയും ഒരു സെൽഫ് മോട്ടിവേഷൻ നല്ലൊരു അടിപൊളി സ്പീച്ച് തന്നെയായിരുന്നു. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്നത് അവരെ ആ സീസണത്തെ ലാസ്റ്റ് ടാസ്ക് ആയിരുന്നു. ഞാൻ വെച്ച് വലിയ എഴുണ്ട പണിയാന്ന് അതൊന്നും അല്ല, അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എന്താ ആ ബിഗ് ബോസ് വീടിന്റെ അകത്ത് എന്ത് സാധനം അവർക്ക് ഇഷ്ടം അത് എടുക്കണം. അപ്പൊ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞു അല്ലേ. അതെ അതെ, അപ്പൊ ഓരോരുത്തർക്കും ഓരോ ചാൻസ്. അപ്പൊ എല്ലാരും ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നത്. അനീഷ് വന്നിട്ട് വാട്ടർ ബോട്ടിൽ ആദ്യം പറഞ്ഞു. സെക്കൻഡ് ഷാനവാസ് വന്നപ്പോ കോഫി മഗ് പറഞ്ഞു, പുള്ളിയുടെ പേര് എഴുതിയിട്ടുള്ള കോഫി മഗ് ഷോക്കേസ് തന്നെ വെക്കാന്നുള്ളത് ഡെയിലി യൂസ്. ഞാനൊക്കെയാണെങ്കിൽ വലിയെടുത്തേനെ. അതെ അതെ, വലിയ വലിയ കാര്യങ്ങൾ നോക്കി വെച്ചാണ്. മൂന്നാമത് വന്നപ്പോ നെവിനപ്പോ ഒരു തത്തേനെ എടുത്തു. നെവിൻ തന്നെ ഭയങ്കര ടേക്ക് കെയർ ചെയ്യുന്ന തത്ത. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എപ്പിസോഡിൽ കാണാറുണ്ട്. അവൻ അതിനെ കൊണ്ട് നാലാമത്തെ ആയിരുന്നു നൂറ ജിറാഫിനെ പൊക്കി. സ്റ്റാൻഡ് ടോൾ, നമ്മളെപ്പോഴും ഭയങ്കര ഓവർ മോട്ടിവേഷൻ. അതെന്താ എനിക്ക് അങ്ങനെ പിടിക്കുന്നില്ല. അവരുടെ പേഴ്സണാലിറ്റി അത് എടുത്തു. ആദ്യത്തെ നൂറ് ഇങ്ങനെ ആയിരുന്നില്ല, എല്ലാരും നമ്മൾ ഈ സീസൺ മൊത്തം അങ്ങനെയാണല്ലോ. ആദ്യം കാണുന്നവരല്ല പിന്നെ കാണുന്നത്. അവരുടെ ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കും. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവര് വെറുക്കും, പിന്നെ എല്ലാവരും ഇഷ്ടപ്പെടും. എല്ലാവരുടെ കാര്യം അങ്ങനെയായിരുന്നു ഓൾമോസ്റ്റ് ഫുൾ സീസൺ.
പിന്നെ വന്നത് അക്ബറാണ് കറക്റ്റ് സാധനം എടുത്തത്. അയ്യോ സോഫ വലിയ അത് കൊടുക്കുമല്ലോന്ന് അറിയില്ല. അതെ അതെ. പിന്നെ അനു അക്ബർ സോഫ കൊടുക്കും. അപ്പോഴേക്ക് അനു പോയിട്ട് മരത്തിനെ പിടിച്ചു. അവിടെ കാണുന്ന ആ സ്പേസ് വേണമെന്നാ ഉദ്ദേശിച്ചത്. ബെഡിന്റെ മുകളിൽ ട്രീ കാണാൻ നല്ല ഭംഗി, അതുപോലെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ആ സ്പേസ് ആണ് കുറച്ചുകൂടി അറ്റാച്ച്മെന്റ് ഉള്ളത്. പക്ഷെ അത് കൊടുക്കൊന്നുമില്ല. ലാസ്റ്റ് അവിടെ നെവിൻ തന്നെ പറഞ്ഞു എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ചെറുതെടുക്കാം. അങ്ങനെ അപ്പം കുപ്പിയെ എടുത്തു, വാട്ടർ ഡ്രിങ്ക് വാട്ടർ ബോട്ടിൽ എടുത്തു. എവിക്ഷനായപ്പോ മൂടൊക്കെ മാറിയല്ല അവരുടെ. നെവിൻ അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് നല്ല മൂഡിലിരിക്കണ ബിഗ് ബോസ് എവിക്ഷൻ കൊണ്ട് വരരുത് എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. നെവിൻ ചില എനിക്ക് ഇടയ്ക്ക് നെവിൻ ആയിട്ട് ഭയങ്കര ഓവർ കോൺഫിഡൻസ് എന്നാ ഭയങ്കര ബുദ്ധിയാക്കും. ഓരോ കാര്യങ്ങളും പുള്ളി അനലൈസ് ചെയ്ത് പറയുന്നുണ്ട്. എനിക്കൊന്ന് അനീഷിനെക്കാട്ടും അധികം നെവിന് ബിഗ് ബോസ് ടാസ്കിനെ കാര്യം കുറിച്ച് അറിയാമെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ചുമ്പോൾ ഇത് ഇങ്ങനെ വീട്ടിൽ നിന്ന് ടോപ്പ് 5 ഒരാളും കൂടി എവിക്റ്റ് ആവുമെന്ന് പറയണു. അങ്ങനെ അവരുടെ ഫോട്ടോ തന്നെ എപ്പോഴും സ്ഥിരമുള്ളത്, അവരുടെ ഫോട്ടോ തന്നെ വെച്ച പസിൽ അതിലെ ലാസ്റ്റ് പീസ് ചങ്കെടുപ്പൊന്നും ആലോചിക്കുക. എല്ലാവരുടെ അകത്തുള്ളത് എല്ലാരും ഒരു ടെൻഷൻ ഇതിലായിരുന്നു. എല്ലാരും കംപ്ലീറ്റ് ചെയ്തു, ഓൾമോസ്റ്റ് ചെയ്തു. ന്യൂറ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഷാനവാസാണ് കംപ്ലീറ്റ് ചെയ്യാണ്ട് നിന്നിരുന്നത്. ന്യൂറ് കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ അവളുടെ മിസ്സിംഗ് ആയിരുന്നു. പിന്നെ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്തു. തകർന്നു പോയിട്ടുണ്ടാവാൻ നേരത്ത് പുള്ളിക്കാരുടെ വിചാരം നൂറയുടെ ഒക്കെ നല്ല നൂറ ആദിലയിൽ തന്നെ ഒരു എന്താ പറയാ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതായത് ആദില പല തവണ നൂറേനെ നീ ബെറ്റർ ആവണം എന്നൊക്കെ എപ്പിസോഡ്സിൽ പറയുന്നു. അപ്പൊ നൂറ ഈസ് ലൈക്ക് ഇല്ല, ഞാൻ എന്റെ ഗെയിം കളിക്കും, ഞാനിത് വിൻ ചെയ്യുന്നുള്ള കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് നൂറയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റില് നൂറ വിചാരിച്ചു ഇത്രയും എത്തിയ സ്ഥിതിക്ക് മിറർ ടാസ്കിൽ പറയുന്നുണ്ട്, ഇത്രയും എത്തിയ സ്ഥിതിക്ക് ഞാൻ ലാസ്റ്റ് വരെ എന്തായാലും എത്തും, കപ്പ് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരി അങ്ങനത്തെ ഒരു അത്രയും ഒരു കോൺഫിഡൻസ് നമ്മളിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു റിസൾട്ട് വരുമ്പോൾ ആകെ നമ്മൾ ഷാറ്റേർഡ് ആയി പോകും അല്ലേ. അപ്പൊ അത് നൂറയുടെ ഫസ്റ്റ് എവിടെ നിന്ന് നൂറ ഭയങ്കര നമ്പായിപ്പോയി. നൂറ് എന്നിട്ട് ലാസ്റ്റ് എല്ലാവരും ഓൾമോസ്റ്റ് പസിൽ ക്ലിയർ ചെയ്തു. അതിൽ നൂറുടെ പീസ് മിസ്സിംഗ് ആണ്. പിന്നെ ഷാനവാസ് ഉള്ളത്. ഇപ്പൊ നൂറിലേക്ക് ഷാനവാസിന് നോക്കുന്നുണ്ട്. ഇനി അതും കൂടി കഴിഞ്ഞാൽ പൂർത്തിയായി, നൂറുടെ കഥ തീർന്നവിടെ. അപ്പോൾ പുള്ളിക്കാരി ലൈക്ക് ആകെ വിഷമമായി. എന്നിട്ട് അനുമോളൊക്കെ കിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ പരസ്പരം കെട്ടിപ്പിടിച്ച് കങ്കരസ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഫെയർ എഫിക്ഷൻ ആയിരുന്നു. ടോപ്പ് 5 നൂറ പോവാണ്ടിരിക്കുന്ന പോവരുതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. അതെ അതെ, അട്ടിമറി ആ റീ എൻട്രി ഒരു ഗോളുകളൊക്കെ ഉണ്ടാക്കി. അതില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നൂറ കയറിയാനെ. ഇത്ര ഹേറ്റഡ് വരില്ലായിരുന്നു. ഇതിൽ തന്നെ കുറെ ബാക്ക് സ്റ്റാബിങ് വന്നപ്പോ നൂറയുടെ വോട്ട് പോയി. ഇനിയപ്പം നമുക്ക് നാളെയാണ് ഗ്രാൻഡ് ഫിനാലെ. അപ്പോൾ ആരായിരിക്കും വിന്നർ നിന്റെ അക്കോർഡിംഗ്, നിന്റെ വ്യൂ പോയിന്റ്? നിനക്ക് ആര് ജയിക്കണം എന്നാണ് ഇത്രയും സീസൺ? ഞാൻ പറയുകയാണെങ്കിൽ ടോപ്പിലുള്ളത് ഞാൻ കുറെ വോട്ടുകൾ ലൈവ് പോൾസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എന്റെ ഇതില് എവിടെ ലൈവ് പോൾസ് നോക്കണ്ട, നിന്റെ അഭിപ്രായത്തിൽ നിനക്ക് ജയിക്കേണ്ട ആരാന്ന് പറ. എനിക്ക് ജയിക്കേണ്ടത് നല്ലൊരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ജയിക്കണം എന്നാണ്. അങ്ങനെ ഡിസേർവിംഗ് ആണ്, എല്ലാരും ഡിസേർവിംഗ് ആണ്. ഞാനിപ്പോ സത്യം അറിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഒരു കാര്യം എനിക്ക് അറിയാം. ഞാൻ ഒരു കാര്യം പറയാം, ഒരു മിനിറ്റ്. അല്ല, എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പേര് കാണുമ്പോ അനീഷ്, അനുമോള്, നെവിൻ. പക്ഷെ ഇത് ഏത് ഓർഡറിലൊന്നും നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. ഇപ്പൊ അനീഷ്, അനു, നെവിൻ എന്നുള്ള ഒരു ഓർഡറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അക്ബറിനും എനിക്ക് തോന്നുന്നു ഭയങ്കര നെഗറ്റിവിറ്റി ഇപ്പൊ വരുന്നുണ്ട്. ഷാനവാസ് എനിക്ക് മേ ബി ഷാനവാസ് കയറാം. അപ്പൊ ലാസ്റ്റ് മൊമെന്റില് എങ്ങനെയാ വോട്ടിംഗ് ഇപ്പൊ ക്ലോസ് ആയി. ഇനിയിപ്പോ നമുക്ക് അറിയില്ല. അപ്പൊ ഇനി PR കൊടുത്ത് അവര് വോട്ടിപ്പിക്കോ, എക്സ്ട്രാ പൈസ കൊടുത്ത് വോട്ട് പറിക്കോ എന്നൊന്നും നമുക്ക് അറിയില്ല. അല്ല, ഇപ്പൊ സമയമുണ്ട്, ഇപ്പൊ ചെയ്യാം. രണ്ടുപേര് പറയുകയാണെങ്കിൽ അല്ല, എനിക്ക് തോന്നുന്നു അനുമോൾ അല്ലെങ്കിൽ അനീഷ് കപ്പ് കൊണ്ടുപോകും. ഏതെങ്കിലും ഒരു പേര് പറയാം. അതെനിക്കറിയില്ല. ഒരു പേര് എനിക്ക് ആരെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്രേക്ഷക വിധിയാണ്. അല്ല, നീ അത് പറഞ്ഞോളൂ, അത് അവരെ ആക്കൂ. നീ ഒരു പേര് പറ, അനുമോൾ ഓർ അനീഷ്. അനീഷ് എടുക്കുമായിരിക്കും നല്ലത്. കാരണം അല്ല, യു ടെൽ മീ വൺ നെയിം. അല്ല, അതിലിപ്പോ കുറച്ചും കൂടി ഡിസേർവിംഗ് ആയിട്ട് എല്ലാവരും പറയുന്നത് അനീഷിനെയാണ്. എന്നാ കുറെ ഓഡിയൻസ് അനുവിന് സപ്പോർട്ട് ഉണ്ട്. കുറെ കാര്യങ്ങൾ നോക്കുമ്പോൾ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഇത്രയും ബാക്ക് സ്റ്റാബിങ് കിട്ടി. അങ്ങനെ ആര് കിട്ടിയാലും ഇതിൽ ഹാപ്പിയാണ്. അനു, അനീഷ്, എന്റെ അഭിപ്രായത്തിൽ അനു, അനീഷ്, നെവിൻ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആഗ്രഹം ആര് ജയിക്കണമെന്ന്? എന്റെ ആഗ്രഹമല്ല, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്ക് തോന്നുന്നത്, എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാലും 5 പേരും ഡിസേർവിംഗ് ആണ്. പക്ഷെ
ഫാൻ ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ അല്ല അലീഷ അല്ലെങ്കിൽ അനുമോളെ. പക്ഷേ ഞാൻ അക്ബർ അല്ലെങ്കിൽ നമ്മുടെ ഷാനവാസ്, ഇതിലാരെങ്കിലും ഒരാളായിരിക്കും ജയിക്കുക ഇനി എൻ്റെ തോന്നുന്നത്. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ രക്ഷിക്കട്ടെ. അക്ബറിന് നല്ല ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം അങ്ങനെ ജസ്റ്റ് ഫോർ ദ ഫൺ. അപ്പോൾ ഗൈസ് നാളെയാണ് ഗ്രാൻഡ് ഫിനാലെ. ഡിസർവിംഗ് ആയിട്ടുള്ളവർക്ക് വോട്ട് ചെയ്യാം. പിന്നെ ഇതൊരു ഗെയിമാണ്, നമ്മുടെ എന്താ പറയാ, ഇത് വലിയൊരു ആനക്കാര്യമൊന്നുമല്ല. നമ്മൾ ഡിസർവിംഗ് ആയിട്ട് ഗെയിം കളിച്ച് നമ്മൾ എന്റർടൈൻ ചെയ്യുന്നവർക്ക് നമ്മൾ വോട്ട് കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ല, അപ്പോൾ നിങ്ങൾക്ക് ഡിസർവിംഗ് ആയിട്ട് തോന്നുന്നവർക്ക് വോട്ട് കൊടുക്കും. അപ്പോൾ 7 മണിക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കാണാതെ അത് കഴിഞ്ഞാൽ വിന്നർ ആരെ കപ്പ് തൂക്കുമെന്ന് അറിയാം അല്ലേ. അത് കഴിഞ്ഞ് നമ്മളൊക്കെ എന്ത് ചെയ്യും? അതേ നമുക്ക് നമ്മുടെ ബിഗ് ബോസ് കാണാം. അപ്പൊ നാളെ ഇതിന്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഞങ്ങളുടെ ലാസ്റ്റ് ബിഗ് ബോസ് റിവ്യൂ അല്ലേ നാളെ. ഓക്കെ, അപ്പൊ നാളെ കാണുന്നവരിക്കും. ബൈ ബൈ.